ഹലോ നമസ്കാരം. അപ്പോൾ ഈ പപ്സ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമായിരിക്കും അല്ലേ? പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഏറ്റവും സിംപ്ലസ്റ്റ് രീതിയിൽ എങ്ങനെ പപ്സ് ഉണ്ടാക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാനിവിടെ ഒരു 6 പപ്സ് ഉണ്ടാക്കാനുള്ള എൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് 2 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 25 ഗ്രാം ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ വേണം കുഴയ്ക്കാൻ. ആ ഒരു പരുവത്തിൽ കുഴച്ചതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ചത് കവർ ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മാവ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് തിന്നായിട്ട് പരത്തരുത്, ഒരു മീഡിയം കട്ടിയിൽ വേണം നിങ്ങളിത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിൽ ഇത് പരത്തിയതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തിൽ ഒന്നെങ്കിൽ മാർഗറിൻ അല്ലെങ്കിൽ വനസ്പതി, ഇതിലേതെങ്കിലും ഒരെണ്ണം വേണം നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. ടോട്ടൽ ഞാൻ 100 ഗ്രാം വനസ്പതി എടുത്തിരിക്കുന്നത്, അതിൻ്റെ കുറച്ച് മാത്രം ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേക്കറി സ്റ്റൈൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വനസ്പതിയോ മാർഗറിനോ യൂസ് ചെയ്യണം. ബട്ടർ യൂസ് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടില്ല. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്യാം. അപ്പോൾ 2 ടെക്നിക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ടെക്നിക്കാണ് സാരി ഫോൾഡിങ് ടെക്നിക്ക്. അത് ഇതുപോലെ ഒരു സാരി മടക്കുന്ന പോലെ ഇങ്ങനെ മടക്കി വെക്കാം. ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്കിതൊരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് വീണ്ടും ഇത് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ വീണ്ടും സ്പ്രെഡ് ചെയ്യുക. വീണ്ടും ഇതിൻ്റെ മേലെ കംപ്ലീറ്റ് ആയിട്ട് വനസ്പതി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന രണ്ടാമത്തെ ഫോൾഡിങ് ടെക്നിക്കാണ്. ഇതാണ് ബുക്ക് ഫോൾഡിങ് ടെക്നിക്ക്. ഒരു ബുക്ക് മടക്കുന്ന പോലെ ഇത് മടക്കുക. നിങ്ങൾക്ക് ഒന്നെങ്കിൽ സാരി ഫോൾഡിങ് അല്ലെങ്കിൽ ബുക്ക് ഫോൾഡിങ്, ഇതിലേതെങ്കിലും ഒരെണ്ണം ത്രൂ ഔട്ട് ചെയ്താൽ മതി. ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ടും കാണിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇതുപോലെ മടക്കി ക്ലോസ് ചെയ്യുക. ഇത് നിങ്ങളൊരു ക്ലിങ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്കത് വീണ്ടും എടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ കുറച്ച് പൊടി അപ്ലൈ ചെയ്തിട്ട് പരത്തുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ തിന്നായിട്ട് പരത്തരുത്, ഒരു മീഡിയം തിക്നെസ്സിൽ വേണം എപ്പോഴും ഇത് പരത്താൻ. വീണ്ടും വനസ്പതി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഇത് ഒരു ബുക്ക് മടക്കുന്ന രീതിയിൽ മടക്കുക. അപ്പോൾ ബേക്കറിയിലെ അതേ ലേയേഴ്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. ഇനി വീണ്ടും ഇത് കവർ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് ഇത് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. മുട്ട പപ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 2 മുട്ട ഞാൻ ഓൾറെഡി ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സവാള, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഗരം മസാലയും കുറച്ച് മുളക് പൊടി, കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ബേക്കറിയിലെ ടേസ്റ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കെച്ചപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ എൻ്റെ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി പരത്തിയെടുക്കാം. ഫ്രീസറിൽ വെച്ചതായതുകൊണ്ട് ആദ്യം പരത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ സമയമെടുത്ത് തന്നെ പരത്തി ഒരു മീഡിയം കട്ടിയിൽ റെഡിയാക്കി വെക്കാം. അപ്പം നമ്മുടെ മാവ് നമ്മളിതുപോലെ പരത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിതിൻ്റെ ഷീറ്റ് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ മുട്ട പപ്സ് ആയതുകൊണ്ട് ആ ബേക്കറിയിൽ കിട്ടുന്ന അതേ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മേലെ കുറച്ച് വെള്ളം ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം മസാല വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ 4 ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ബാക്കി 2 ഷീറ്റ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ മടക്കുക. അതിനുശേഷം
ഒരു മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് തേച്ച് കൊടുക്കുക. ആ ഒരു പപ്സിന് തിളക്കമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാനിത് കുക്ക് ചെയ്യാൻ പോകുന്നത് എയർ ഫ്രയറിലാണ്. സാധാരണ എല്ലാവരും അവനിലാണ് കുക്ക് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാവും നോക്കാം. എയർ ഫ്രയറിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റാണ് കുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പപ്സ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ലേസൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ തണുത്തതിന് ശേഷം അത് ബട്ടർ പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ രണ്ടാമത്തെ സെറ്റ് പപ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുഴയ്ക്കുമ്പോൾ തണുത്ത വെള്ളം ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ മടക്കുക. പിന്നെ സ്പ്രെഡ് ചെയ്യുന്നത് വനസ്പതിയോ അല്ലെന്നുണ്ടെങ്കിൽ മാർഗറിനോ ആയിരിക്കണം. ബട്ടറോ അല്ലോ മറ്റോ ഓയിലുകളോ ഒന്നും ഉപയോഗിക്കരുത്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ലെയേഴ്സുള്ള സോഫ്റ്റ് പപ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.